ശരിക്കും അഭിലാഷ് ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേറ്റ് മൂവീസ് ഒക്കെ ചെയ്യുന്ന എന്തുകൊണ്ടാ? അതെ, എനിക്ക് ഭയങ്കര കൂടുതലും അതാ ചെയ്തേ. അതിന് കാരണം ആനി ചേച്ചിയുടെ ഹസ്ബൻഡ് തന്നെ നിങ്ങളെ പോലെ തന്നെയാണ് കാരണം. പണ്ടോട്ട് സിനിമ കണ്ടിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത്, എനിക്ക് ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്താ വെച്ചാൽ തിയേറ്ററിൽ കയ്യടി കിട്ടിയിരുന്ന നമ്മളിത് ഇപ്പം ദേവാസുരമൊക്കെ കാണാൻ പോകും, അല്ലെങ്കിൽ നമുക്ക് ഈ ഹീറോയ്ക്ക് കിട്ടുന്നൊരു കയ്യടിയുണ്ട്. പണ്ട് എൻ്റെ ചിന്ത എന്ന് വെച്ചാൽ ഇത് അവർക്ക് കിട്ടുന്ന കയ്യടിയാണ്, അതായത് ഹീറോയെ കാണുമ്പോൾ. പിന്നെ എനിക്ക് മനസ്സിലായി ഇവരെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുള്ളത് ഒരു സംവിധായകനും തിരക്കഥാകൃത്തും ഇവരെ. അപ്പൊ എനിക്ക് മനസ്സിലായത് കഥയാണ് ഏറ്റവും വലിയ ബേസ്. ആരൊക്കെ എന്തൊക്കെയല്ലെന്ന് ബേസ് ബാക്ക് ബോൺ എന്ന് പറഞ്ഞ കഥയാണ്. അപ്പൊ അയാൾ തന്നെയാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ചെയ്യാൻ എനിക്ക് ആഗ്രഹം തൊട്ടാണ് എഴുതി തുടങ്ങുന്നത്. അപ്പൊ ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തേക്കുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സും മാസ് സിനിമകളും. അതുകൊണ്ടാണ് മാളിയപ്പുറം പോലെ ഒരു സിനിമ ചെയ്തിട്ട് അതിൽ പോലും മാസ് കൊണ്ടുവച്ചത്. കാരണം ആ സിനിമ കണ്ടു തുടങ്ങി ഫസ്റ്റ് ഹാഫിൽ ഒരാളും ചിന്തിക്കത്തില്ല ഈ സിനിമയിൽ ഇനി എങ്ങോട്ട് ഇത് പോകാം. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്തു. ഫൈറ്റ് തുടങ്ങി എഴുതി തുടങ്ങുമ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടാണ് എഴുതിയത്. ആ സിനിമ സംഭവിക്കുമ്പോൾ ഇതൊരു പക്ക എന്റർടൈൻമെന്റ് മൂവി ആയിരിക്കണം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ എഴുതുന്ന മൊമെന്റിൽ തന്നെ ഞാൻ വിഷ്ണുവാട് ഞാൻ പറയാറുണ്ട്, വിഷ്ണു ഓരോ സീൻ എഴുതുമ്പോൾ ഞാൻ രാത്രി 2 മണിക്ക് വിഷ്ണു വിളിക്കും, വിഷ്ണു എടാ ഇപ്പോൾ ഒരു സീൻ എഴുതി, ഈ കുട്ടി മറ്റേ അച്ഛൻ മരിച്ചിട്ട് ചിത കത്തിയ സീൻ, എടാ ഞാൻ കരഞ്ഞടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ചേട്ടൻ കരഞ്ഞെങ്കിൽ നമുക്ക് തിയേറ്ററിൽ കരയിക്കാന്ന് പറഞ്ഞു. അത് എനിക്കത് എഴുതുന്ന സമയത്ത് അത് ഫീൽ ചെയ്തു. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇമോഷനെ മുകളിലേക്ക് വന്നപ്പം വിഷ്ണു എൻ്റെ അടുത്ത് തോന്നി, ചേട്ടാ തിയേറ്ററിൽ കരയാൻ മാത്രമല്ല കൈയടിക്കാൻ അവസരം കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ ഫൈറ്റിന്റെ ഏരിയയിലേക്ക് റീതിങ്ക് ചെയ്തിട്ട് ആ ഏരിയ കുറച്ച് വലുതാക്കുന്നു. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും ലെങ്ത് കൂടിയ ഫൈറ്റുകൾ ഒന്നാണ് മാളികപ്പുറത്തിലെ ഫൈറ്റ്. അതിന് നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയത് ഈ കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ. അതിന് അയ്യപ്പൻ ഇമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തും കാണിക്കാം. പിന്നെ നമ്മൾ വരെ കയറിയൊരുവിട്ട അവസ്ഥയായിരുന്നു ഫൈറ്റ്. അപ്പൊ അത് തിയേറ്ററിൽ ഞങ്ങൾ കാണുമ്പോൾ കൊച്ചു കുട്ടികൾ വരെ ഇന്ന് കൈയടിക്കുകയാണ്. കാരണം അയ്യപ്പൻ അടിക്കുന്ന ഓരോ അടിക്കും കൈയടിയാണ്. അപ്പൊ അത് തന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ചേച്ചി. സത്യം, അത് ഭയങ്കര. അപ്പൊ ശരിക്കും ഫസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോ അത് ആ ഒരു ഫസ്റ്റ് എഴുതുമ്പോ അഭിലാഷിന്റെ മാത്രം കോൺസെപ്റ്റ് അല്ലേ അത്? പിന്നെയല്ലേ ഡയറക്ടർ വരുന്നതും അതിനകത്ത് കൊമേഴ്ഷ്യൽ ആക്കുന്നതും. ഉറപ്പായിട്ടും. അപ്പൊ ശരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മാസും മറ്റേ ഇൻവെസ്റ്റിഗേഷനും എഴുതാനാണ്. മാസം ഇൻവെസ്റ്റിഗേഷൻ എഴുതാൻ തന്നെ ഏറ്റവും ഇഷ്ടം. പിന്നെ എന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ എന്റെ ചുറ്റും കാണുന്ന എല്ലാ കഥാപാത്രങ്ങളെയും ഞാൻ സീൻ ഉണ്ടാക്കും. അപ്പൊ അത് ഉറപ്പായിട്ടും. അപ്പൊ ചിലപ്പോ ഞാൻ കാണുന്ന ഒരു വണ്ടിയെ പോകുമ്പോൾ കാണുന്ന ഒരു ചെറിയ ഇൻസിഡന്റ് ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് ട്രാവൽ ചെയ്തപ്പോൾ കണ്ട ഒരു കാഴ്ച, ഒരു റോഡിൽ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാഴ്ച, അത് ഞാനൊരു സിനിമയാക്കാൻ പോവാം. ഒരു ചെറിയ എലമെന്റ്, ചെറിയ ത്രെഡ് മതിയല്ലേ അത്. മാളിയപ്പുറം ഉണ്ടായത് ഒരു ചെറിയ എലമെന്റ് ആണ്. ചെന്നൈയിൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടി പണ്ട് പോയി അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ മോള് വിളിച്ചിട്ട് അച്ഛൻ എനിക്ക് ചെന്നൈക്ക് വേണം, എന്നെ ചെന്നൈ കാണിക്കാം. ഞാനിവിടെ പറ്റിച്ചോണ്ടിരിക്കുക, ചെന്നൈ കാണിക്കാം. എന്നിട്ട് എന്റെ വീടിന്റെ മോളിൽ കയറി കാണിച്ചിട്ടുണ്ട്, ആ കാണുന്നതിന്റെ അപ്പുറത്ത് കാണുന്ന ചെന്നൈ. ഇതാണ് മാളിയപ്പുറം. അതാണ് മാളിയപ്പുറം എടുത്ത് വെച്ചിരിക്കുന്നത്. ചെന്നൈ മാറ്റി ഞാൻ അവിടെ ശബരിമല വെച്ചു. ആകെ ഒരു വ്യത്യാസം, സിനിമ ചെയ്യാൻ പറ്റാതെ നടന്നപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്തില്ല, അതിനകത്ത് കടം കയറി സഹിച്ചോണ്ട് ആത്മഹത്യ ചെയ്തു. ഇത്രയുള്ള വ്യത്യാസം. ഈ തുളസി പി എന്ന് പറയുന്ന സാധനമൊക്കെ എന്റെ കൂടെ പണ്ട് സ്കൂൾ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ പേരാ. അതൊക്കെ ഞാൻ സ്പോട്ടിൽ എഴുതി കൊടുത്താ നമുക്ക് തുളസി പി എന്നൊരു പേര് കൊണ്ടുവരിക. പിന്നെ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തൊരു സാധനം ഉണ്ണിമൂന്നിന്റെ കഥാപാത്രം. അത് ഞാൻ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ പറഞ്ഞ പോലെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വരും. എന്റെ ജീവിതത്തിൽ ഒരുപാട് മനുഷ്യന്മാര് ദൈവങ്ങളുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ ദൈവങ്ങൾ മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ക്ലൈമാക്സ്. ഈ ഒരു പടം മനസ്സിൽ കുറെ നാളായിട്ടുണ്ടായിരുന്നോ ഈ ഒരു കോൺസെപ്റ്റ്? 2019 അത് തുടങ്ങുന്നത്, അതിന്റെ ഒരു കോൺസെപ്റ്റ് തുടങ്ങുന്നത്. പിന്നെ കോവിഡ് ഒക്കെ വന്നു, നമ്മൾ സിനിമ തന്നെ നടക്കുമെന്ന് അറിയാത്ത അവസ്ഥ. പക്ഷെ എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്ത് 2 സിനിമ ഷൂട്ട് ചെയ്ത ആളാണ് ഞാൻ. എന്റെ ആദ്യത്തെ 2 മലയാള സിനിമയും കോവിഡ് സമയത്താണ് ഷൂട്ട് ചെയ്തത്. നൈറ്റ് ഡ്രൈവും പത്താമ്പളവും. അതിലെന്റെ പത്താമ്പളമാണ് ഫസ്റ്റ് തുടങ്ങുന്ന പടം. അതിലെ നായികയാണ് അത്. ഫസ്റ്റ് ചെയ്തത് തമിഴ് മൂവി അല്ലേ? കടാവറാണ് ഫസ്റ്റ് എന്റെ കരിയറിലെ ഫസ്റ്റ് പടം. അതെങ്ങനെ ഇവിടെ മലയാളിയായിരുന്നു അഭിലാഷ്, എങ്ങനെ തമിഴിലേക്ക് പോയി? മലയാളത്തിൽ ഞാൻ ട്രൈ ചെയ്തിരുന്നു ചെയ്യാനായിട്ട്. അന്ന് ഇവിടുത്തെ ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനി അത് ഓക്കെ പറഞ്ഞ് എല്ലാത്തിലേക്കും ഫൈനൽ വരെ പോയിട്ട് അവിടുന്ന് പടം മുടങ്ങിപ്പോയി. പെട്ടെന്നായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി അത് ഭയങ്കരമായിട്ട് എന്നെ അഫക്ട് ചെയ്തു. കാരണം വെച്ചാൽ എല്ലാം കൺഫേം ആയി, ഒരു വലിയ സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് അടക്കം വന്ന് സിനിമ ചെയ്യാൻ നിൽക്കുന്നിടത്തുനിന്ന് ഇത് ചെയ്യുന്നില്ല എന്നൊരു അവസ്ഥ. അതും ചെറിയ പൊളിറ്റിക്സിന്റെ പേരിൽ, അതിനകത്തുള്ളിലുള്ള പൊളിറ്റിക്സിന്റെ പേരിൽ. അന്ന് ആ പ്രൊഡക്ഷൻ കമ്പനി അതിനുശേഷം ഞാനും അതിന്റെ ഡയറക്ടർ അനൂപ് അപ്രോച്ച് ചെയ്ത് പല കമ്പനികളും പറഞ്ഞു രാശിയില്ലാത്ത പിള്ളേരാ അവരെന്ന് വെച്ച് പടം ചെയ്യലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ ഞങ്ങളോട് അവര് വിളിച്ചു പറഞ്ഞത് കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര വിഷമമായിട്ട് ഞങ്ങൾ ഇനി മലയാളത്തിൽ എന്ത് ചെയ്യാനടാ, ഇവിടെ ഇതൊക്കെ തന്നെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ സമയത്താണ് അമല പോളിനെ മീറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ തമിഴിൽ പോയിട്ട്, സത്യം പറഞ്ഞാൽ അമലയോട് കഥ പറഞ്ഞിട്ട് മലയാളത്തിൽ ഫീമെയിൽ ഓറിയന്റ് ചെയ്യാന്നാണ് പോകുന്നത്. പക്ഷെ കഥ കേട്ട് അമലയാ പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് തമിഴിൽ ചെയ്തുകൂടാ എന്ന് പറഞ്ഞിട്ടാണ് അത് അമല പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഇപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വരുന്ന പോലെ എന്റെ ജീവിതത്തിൽ ആ സമയത്ത് വന്നൊരു ദൈവം തന്നെയാണ് അമല അന്നൊരു യെസ് പറഞ്ഞില്ലാതെ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ വീണ്ടും MBA സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഇൻഫോ പറക്കി പോകേണ്ട അവസ്ഥ വന്നേനെ.
with love.